ഹായ് ഫ്രണ്ട്സ്, എനിബഡി ക്യാൻഡുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ നേപ്പാളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെ നമ്മുടെ പേഴ്സ് മിസ്സായി പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു വിഷമത്തിലും ടെൻഷനിലേക്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കണ്ട ആൻസിൻ്റെ കഴുത്തേലൊരു മാല കിടക്കുന്നുണ്ടോ, ഈ മാല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചു, ഈ മാല എടുത്തിട്ടും കിട്ടുന്നില്ല, ഈ മാല ഇവിടെ കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. കാരണം നമ്മൾ വേറൊരു രാജ്യത്തായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ആരെങ്കിലും പൈസ അയച്ചു തന്നാൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടണ ഇച്ചിരി പാടാം, കിട്ടൂല. കാരണം ഇവിടെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടുത്തെ സംഭവം കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഓർത്ത് നമ്മുടെ ബോബിച്ചേട്ടനുണ്ടല്ലോ, നമ്മുടെ നേപ്പാളിൽ ചിത്വാനിലുള്ള ബോബിച്ചേട്ടൻ. അപ്പോൾ ഞാൻ ബോബിച്ചേട്ടനെ വിളിച്ച് ചോദിച്ചു, ബോബിച്ചേട്ടൻ ഇങ്ങനെ ഞങ്ങളുടെ പേഴ്സ് കളഞ്ഞു പോയി, അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഗോൾഡ് ഒന്ന് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ കൊടുക്കണ്ട, എന്താ ഞാൻ രാവിലെ ചാടിക്കളിൻ്റെ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു 12% വരെ പൈസ ഗോൾഡിൻ്റെ റേറ്റിൽ കുറയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര നഷ്ടം. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ആ ഹോട്ടലുകാരനോട് സംസാരിക്കും, നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ളൊരു പൈസ മതി. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാട്ടിൽ ഒരു 5000 രൂപ ഞാൻ ഇട്ട് തരാം, നിങ്ങൾ ഹോട്ടലുകാരൻ്റെ QR കോഡ് എനിക്കൊന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പുള്ളിനോട് പറയാൻ ഇവിടുത്തെ ഭാഷ അറിയത്തില്ല, നേപ്പാളി ഭാഷ. അപ്പോൾ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ അവിടെ ചെന്നിട്ട് ഹോട്ടലുകാരൻ്റെ അടുത്ത് ചെന്നിട്ട് കോള് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഫോൺ വിളിച്ചു കൊടുത്തു. അപ്പോൾ ബോബിച്ചേട്ടനും പുള്ളിയും കൂടി സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി QR കോഡ് തന്നു. പുള്ളിക്ക് QR കോഡ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. പുള്ളി നമുക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോട്ടലുകാരൻ്റെ അടുത്ത് രാവിലെ നമുക്ക് ആ പൈസ ഇന്നലെ 3000 പുള്ളിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3000 നമുക്ക് തന്നു. ഇനി ബാക്കി പൈസയും കൂടി നമുക്ക് മേടിച്ചിട്ട് വേണം. ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശന്നിട്ട് വയ്യാന്നോട് പറയാൻ തുടങ്ങി. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആ പുള്ളീൻ്റെ അടുത്ത് പോയത് കേട്ടോ. ആ പുള്ളീനെ ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ഈ പുള്ളീൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ പൈസ തന്നു. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡിനുള്ള പൈസ തന്നാൽ അത് കഴിഞ്ഞിട്ട് ബാക്കി നാളെ തന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെ പുള്ളി പറഞ്ഞു പുള്ളിയിൽ 3000 ഉണ്ട്, ബാക്കി പോകാൻ നേരത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി നമുക്ക് മേടിക്കണം. പിന്നെ ബോബിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോബിച്ചേട്ടൻ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ കാണിച്ചാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ആരും കാറും കൊണ്ട് വരരുത്. മെയിൻ ഇതാണ് വലിയ വണ്ടി കൊണ്ടൊക്കെ വരാം. വലിയ വണ്ടി കൊണ്ട് റിസ്ക് ആണ് നമുക്ക്. അത് മാത്രമല്ല ഈ വലിയ വണ്ടി കൊണ്ട് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു സ്ഥലങ്ങൾ കാണാൻ പോകണമെങ്കിൽ എന്താ പറയാ, ഒരു 14 വട്ടം നമ്മൾ ആ സംഭവത്തിന്റെ മുന്നിൽ കിടന്ന് തന്നെ കറങ്ങണം, എന്നാലാണ് നമുക്ക് പാർക്കിങ് കിട്ടുള്ളൂ. അതും വൻ റിസ്ക് എന്ന് പറഞ്ഞാൽ വൻ റിസ്ക് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പോന്നു. നമുക്ക് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല ഇതെന്താ പറയാ പ്ലെയിനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ബോബിച്ചേട്ടൻ, ഞാൻ എത്ര നേരമായി ബോബിച്ചേട്ടനെ കുറിച്ച് പറയാൻ നോക്കുന്നു, നീ സമ്മതിക്കുന്നുണ്ടോ? പിന്നെ ബോബിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക്, അതായത് ഗോരഖ്പൂർ വഴിയാണ് കയറുന്നെങ്കിൽ ബോബിച്ചേട്ടൻ അവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ബോബിച്ചേട്ടൻ കൊടുക്കുന്നുണ്ട്. ബോബിച്ചേട്ടൻ നമ്മുടെ കൂടെ വരും. ബോബിച്ചേട്ടൻ അവിടെയുള്ള ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കൊണ്ടുപോയി കാണിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാട്ടോ. പുള്ളി ഇപ്പോൾ നാട്ടിലാണ്, എന്നിട്ട് നാട്ടിൽ നിന്ന് നമുക്ക് പൈസ അയച്ചു തരും. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ആ ചേട്ടൻ്റെ കയ്യിൽ ഉണ്ടോ, ചേട്ടൻ അവിടെ ഉണ്ടോ എന്ന് ആദ്യം നോക്കട്ടെ കേട്ടോ. പിന്നെ നേപ്പാളിലെ ക്ലൈമറ്റിൻ്റെ കാര്യം ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല. ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ സൈഡ് വശാട്ടോ ഈ കാണുന്നത്. AC റൂമൊക്കെയാണ്, പക്ഷെ ഞങ്ങൾക്ക് AC ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളിവിടെ 1500 രൂപയ്ക്കാണ് കേട്ടോ ഈ റൂം എടുത്തേക്കുന്നത്. അനുസരിച്ച് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും താഴെ ചെന്നിട്ട് ആ ചേട്ടൻ്റെ പൈസ മേടിച്ചിട്ട് പോവാട്ടോ. ഇതാണ് കേട്ടോ മുതലാളി. ഈ പുള്ളീൻ്റെ അടുത്ത് നിന്ന് ബാക്കിയുള്ള പൈസയും കൂടി വാങ്ങണം. പുള്ളിയുടെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള 5000 കൂടി വാങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ. നല്ല മഴയാണ്, പുറത്തൊരു രക്ഷയില്ല. ഇതുണ്ടോ, ഒരു സ്ഥലം പോലും കാണാൻ പറ്റുന്ന തോന്നുന്നില്ല. പിന്നെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. ഞങ്ങൾ എവിടെ നിന്ന് എന്തെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചിട്ട് ഞങ്ങൾക്ക് പോകണം എന്നാ കേട്ടോ. പെട്ടെന്ന് പൈസ കിട്ടിട്ടോ, ഞങ്ങൾക്ക് പൈസ കിട്ടിയേ. പോവാ. ഹാൻസിതെ വണ്ടിയിലേക്ക് ബാഗൊക്കെ വെക്കാൻ പോയതാണ്. എന്തായാലും വണ്ടിയിലെ ചെളി മൊത്തം പോയി കിട്ടി. കാരണം ഇന്നലെ രാത്രി തൊട്ട് നല്ല മഴയാണല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് ചായയും കൂടി കുടിച്ചിട്ട് പോവാതെ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ഒരു ചോറാണ് കേട്ടോ പറഞ്ഞത്. ഇവിടുത്തെ എന്താ പറയുന്നത്, ചാവൽ. ഇതെന്താ സംഭവം അറിയാലോ, കൂണാണോ? കൂണാ? ഇത് കൂണ്. ഇതെന്തൊരു തോരൻ. ഇത് നമ്മുടെ പപ്പടം. ഇത് പരിപ്പ് കറി. ഇത് നമ്മുടെ വഴുതനങ്ങ. ഇതൊരു ചീരയും കൊണ്ടുള്ള തോരൻ, ചോറ്. കുഞ്ഞായിട്ട് കഴിക്കാം.
ഇവിടെ എന്താ പരിപാടി? അത് എനിക്ക് വേണ്ടി മേടിച്ചതാണ്. ചേട്ടായിക്ക് ചോറ് വേണ്ടാന്നുണ്ട്. ചേട്ടായി ഒരു ബ്രെഡ് ഓംലേറ്റും ഒരു ചായ കേട്ടോ പറഞ്ഞേ. ലൈറ്റ് ഫുഡ് ഇച്ചിരി വെയിറ്റ് കൂടി. കുഞ്ഞാറ്റ് ഇപ്പം അത് അടിച്ചു മാറ്റി കഴിച്ചു നോക്കി. അപ്പം നിനക്ക് ചോറ് വേണ്ട? ചോറും വേണോ? അതൊരു ഇച്ചിരിയും കൊണ്ടാ കൊടുത്തോളല്ലേ പാവത്തിന്. ആൻസിയെ എന്താ നടുവിനൊക്കെ ഒരു പിടുത്തം? കുനിഞ്ഞിരുന്നിട്ട് പിന്നെന്താ മുതിരയും പരിപ്പും കൂടി അരച്ചിട്ടുള്ള ഒരു കറി. അതുകൊണ്ട് നല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, സംഭവം എങ്ങനെയുണ്ട്? ചോറ് സംഭവം അടിപൊളിയാണ്. ഉപ്പിച്ചിരി കൂടുതലുണ്ടല്ലേ? കാര്യാക്കണ്ട. ആ പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകതയാണ് ഇത് കണ്ടോ, ഇതൊക്കെ ഓട് പാത്രമാണ്. ഇത് ഓടാണ്, ഇത് ഓടാണ്. ഈ ഓട് പാത്രത്തിലാണ് കൂടുതൽ പേര് ഫുഡ് കഴിക്കുന്നത്. ആ പക്ഷെ ഇതിൽ നിറച്ചുണ്ട്. ഇവിടെ പപ്പടം തീറ്റ കേട്ടോ രാവിലെ. കുഞ്ഞാറ്റ് ഇങ്ങനെയൊക്കെ കാണിക്കല്ലേ, കഴിക്കടി ചോറ്, നിന്റെ വെയിറ്റ് ഒക്കെ പോവും. രാവിലെ തന്നെ നല്ല മഴയല്ലേ? പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, മഴ ആയതുകൊണ്ട് ബൈക്കുകാരെ ആരെയും കാണാനില്ല. അല്ല ബൈക്കുകാരെ ആരെയും കാണാനില്ല. ഇന്നലത്തെ ഒക്കെ അവസ്ഥ എന്തായാലും ഇതിൽ കൂടെ പോയപ്പോ ഞാനേ തിരക്ക് കുറവാന്നങ്ങ് പറഞ്ഞ് വായിലേക്ക് ഇട്ടില്ല നാക്ക്. അതിന് മുമ്പ് ആണ്ടറ തുടങ്ങി തിരക്ക്. ഇപ്പൊ ബൈക്കില്ല, ഇപ്പൊ കാറായി തോന്നുന്നല്ലേ? ബൈക്കുണ്ട് അല്ലേ? നല്ല തിരക്കുണ്ട്. ആ ഒരു സംഭവം മീത്തി കൂടി. അത് പക്ഷെ നനയും, എന്നാലും തലയും മേലൊന്നും നനയില്ല, കാലും കൈയൊക്കെ എന്തായാലും നനയും. അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ദർബാർ സ്ക്വയറിന്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ കടകളൊന്നും ഓപ്പൺ അല്ല, വണ്ടി എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് സ്ഥലങ്ങളൊക്കെ കാണുന്ന ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഒരു കടകൾ പോലും ഓപ്പൺ അല്ല. അവിടെ ഇവിടെ ഓരോരോ കടകളാണ്. ഇത് ശരിക്കും മൊത്തം കടകൾ ഓപ്പൺ ആയിട്ടിരിക്കേണ്ടതാണ്. മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നല്ലേ? ചെറിയൊരു അമ്പലം അല്ലേ? ഇതിന്റെ ഉള്ളിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുറേ അമ്പലങ്ങളുണ്ട്. ഇവിടെ റേറ്റ് കുറവിൽ കിട്ടും, അതാണ് മെയിൻ കാര്യം. ഇതുണ്ടോ, ഇവിടെ എല്ലാം ഈ അമ്പലത്തിൻ്റെതായ ഓരോ ഇതാട്ടോ. ഇവിടെ പല പല ദേവികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഓരോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. ഇതുണ്ടോ, ഇവരിവിടെ ഓരോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇവരുടെ ഓരോ വിശ്വാസങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഒരുപാട് തിരികളൊക്കെ ഒരുമിച്ചിട്ട് തീ കത്തിക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെയാണ് ആ ഒരുപാട് തിരികൾ ഒരുമിച്ചിട്ട് കത്തിക്കുന്നത്. ഇവരുടെ വിശ്വാസത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇവരുടെ ദേവീനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ആ തിരി, അത് ഒരുമിച്ചിട്ട് കത്തിക്കുന്നതാണ്ടോ. അതിന് സഹായത്തിന് ഒരുപാട് ആൾക്കാരുണ്ട്. അവരത് കത്തിച്ച് മൊത്തം ഫിനിഷ് ചെയ്യാൻ വേണ്ടി വരെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടായിക്കും കുഞ്ഞാറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം പെരും മഴയാണ്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെ എവിടെ സ്ഥലമല്ല, അതുകൊണ്ട് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. സൂക്ഷിച്ചു പോയില്ലേ നമ്മുടെ കാലം കൊണ്ട് പോരൊക്കെ. ഇവിടെ എല്ലാം ഇതുപോലെ ഫുൾ അമ്പലങ്ങളും കാര്യങ്ങളും തന്നെയാണ്. എവിടെയും വണ്ടിയൊന്നും നിർത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പെയ്ഡ് പാർക്കിങ് കണ്ടുപിടിച്ചു. ഞങ്ങൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരുമാതിരി കൂരാക്കൂരി ഇരുട്ട് എന്നൊക്കെ പറഞ്ഞ അവസ്ഥയായില്ലേ? ദൈവത്തിനാണ്. അത് മാത്രമല്ല, ഇത് മുഴുവനും തുറക്കേണ്ട കടകളായിരുന്നു, ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. ഫുള്ള് ഇവിടെ അടുത്തടുത്തടുത്ത അമ്പലങ്ങളാലേ. അങ്ങനെ ആ പാർക്കിങ് വർക്കല്ല കേട്ടോ, ഞങ്ങള് തുറന്നിട്ടില്ല. കാരണം ഇവിടെ വലിയ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ കടകളൊന്നും ഓപ്പൺ അല്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു പാർക്കിങ്ങിൻ്റെ കാര്യം ഇവിടെ ആരോ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് നോക്കി ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. മഴ എന്ന് പറഞ്ഞാൽ നല്ല പെരും മഴയാണ്, ഒരു രക്ഷയില്ല. പുറത്തേക്കൊന്ന് നോക്കാനോ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ തന്നെ പറ്റും തോന്നുന്നില്ല അല്ലേ? ഞാൻ ആ ചേട്ടൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. കാരണം ഞങ്ങൾ രാവിലെ ദർബാർ സ്റ്റോറിലേക്ക് കയറി, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കാണാതെ പോകാനൊരു മടി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയതേ. അപ്പോൾ എന്തായാലും ആൻസി, മഴ എങ്ങനെയുണ്ട്? അതെ, ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ, അല്ലേ പണി കിട്ടും. അങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കറക്റ്റ് ദർബാർ സ്ക്വയറിൻ്റെ ഏതാണ്ട് ബേക്കിലായിട്ടാട്ടോ നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. ഇവിടുന്നൊക്കെ എന്താ കുടയല്ലേ, ഇപ്പോൾ വിൽക്കാൻ പറ്റിയ സാധനം കുട കേട്ടോ. കാരണം അങ്ങനത്തെ മഴയാണ്. എടി വണ്ടി അങ്ങോട്ടൊക്കെ ഫുള്ള് കടകൾ തന്നെ കേട്ടോ. നമുക്ക് ആദ്യം ദർബാർ സ്ക്വയറിലേക്ക് പോകാം. ആ
അന്ന് നമ്മളെ അന്ന് ഞങ്ങള് ഹോട്ടൽ റൂം തപ്പി ഇതിന്റെ ഉള്ളിൽ കൂടെയൊക്കെ ആട്ടോ ഞങ്ങൾ പോയെ. ഞങ്ങൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ പോലീസ് വെക്കുന്നു, ഞങ്ങൾ ഒരു ഹോട്ടലിന്റെ റൂം വെക്കും, എന്നിട്ട് അങ്ങോട്ട് ലൊക്കേഷൻ വെച്ച് പോകുമ്പോൾ ഉണ്ടാവും പോലീസ് പറയും ഇവിടെ പോകാൻ പറ്റില്ല, തിരിച്ചു പോകും. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ കുറേ നേരം കിടന്ന് കറങ്ങി കേട്ടോ. എന്താ കുഞ്ഞാറ്റേ? ആ വെള്ളം വേണം. ഇത് കണ്ടോ, ഒരു കട നിറച്ച് ഈ സാധനം കേട്ടോ. ഇത് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെയും വീടിൻ്റെയും ഒക്കെ ഉള്ളിൽ തൂക്കുന്നതാണ് അല്ലേ? നടക്ക് അത് നമുക്ക് തിരിച്ചൊക്കെ വന്നിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് ചോദിക്കാം. ഇന്ന് ശരിക്കും പറഞ്ഞാണ്ടേ ആൾക്കാരില്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടല്ലേ. അതെ. അപ്പം ഞങ്ങളങ്ങനെ ദർബാർ സ്ക്വയറിൻ്റെ അങ്ങോട്ട് വന്നു കേട്ടോ. ഈ കാണുന്നതാണ് ഹനുമാൻ ദുക്ക എന്ന് പറയുന്ന സംഭവം. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പേര് പറയുന്നത്. ഞാനത് നെറ്റിൽ നോക്കിയിട്ട് പറയുന്ന കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ചെറിയ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബിൽഡിങ് മാത്രം, ആ വൈറ്റ് കളറിൽ കാണുന്നില്ലേ, അത് മാത്രം ഒരു ബ്രിട്ടീഷ് ആ ശൈലിയിൽ പണിതേക്കുന്നത്. ബാക്കിയെല്ലാം നോക്കി അല്ലേ, ഇവിടുത്തെ ആ ഒരു സ്റ്റൈലാണ്. അടിപൊളി ലുക്ക് സംഭവം കേട്ടോ. ഇതുണ്ടോ ഉള്ളിലേക്കൊക്കെ. നമുക്ക് ഇതാണ് ഈ കാണുന്നതാണ് ദർബാർ സ്ക്വയർ. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ആൻസി, ഇവിടെ നേപ്പാൾ ഭൂകമ്പം ഉണ്ടല്ലോ, ആ സമയത്ത് തകർന്നു പോയത് ഇവിടുത്തെ 14 ജില്ലകൾ അന്ന് ഭൂകമ്പത്തിൽ സീനായിരുന്നു. അതൊക്കെ എന്നിട്ട് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതുണ്ടല്ലേ, ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ പകുതിയൊക്കെ പൊളിഞ്ഞു പോയേക്കുന്നുണ്ടല്ലേ, അതൊക്കെ ആ ഭൂകമ്പത്തിൽ പോയ സംഭവങ്ങളാണ്. മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ട ഇപ്പോഴും ഇത് നല്ല പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ ഇത് ഇപ്പോഴും പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മുട്ടുകൾ കൊടുത്തേക്കുന്നുണ്ടോ താഴേന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് അന്ന് ഇടിഞ്ഞു പോയത്. ഇവിടെ ഉള്ളിൽ കയറിയ ഒരു പ്രത്യേക വൈബാട്ടോ അല്ലേ ആൻസി? ഒരു പ്രത്യേക വൈബാണ്. അതെ, കുറച്ചും കൂടി രസമായേനെ. കടകളൊന്നും ഓപ്പൺ ആകാത്ത ഭയങ്കര ഇതായിപ്പോയി, മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതായത് ജീവിച്ചിരിക്കുന്ന ദേവി. ആ ദേവിനെ തെരഞ്ഞെടുക്കുന്നതിന് കുറേ ചടങ്ങുകളുണ്ട്. കുറെ പോത്തിനെയൊക്കെ അറുത്ത് അതിന്റെ ബ്ലഡിലൊക്കെ എന്തോ മോതിരിട്ട് അത് കണ്ടുപിടിക്കുന്നവരാണ്. ചടങ്ങ് എന്തോ കുറെ ഉണ്ട്. പിന്നെ ഈ ദേവിയായി ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞു പോറലോ പൊട്ടോ അങ്ങനെ എന്തെങ്കിലും മറുകു പോലും പാടില്ല. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ എത്ര പ്രായം വരെയാന്ന് വെച്ചാൽ ഒരു വയസ്സറിയിക്കുന്ന പ്രായം ഉണ്ടല്ലോ, അതിന് മുമ്പ് തെരഞ്ഞെടുക്കും അല്ലേ? മുന്നേ തെരഞ്ഞെടുക്കും. അത്ര മാത്രമേ അതിനകത്ത് രാജ്ഞിയായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ദേവിയായിട്ടോ, രാജ്ഞിയല്ല ദേവി ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ ദേവിയായിട്ട് തെരഞ്ഞെടുത്ത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒരു മുറിവോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ദേവി പൊട്ടം മാറും. പിന്നെ അടുത്ത ദേവിനെ തെരഞ്ഞെടുക്കുന്നതാണ്. പക്ഷെ ആ ദേവിനെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് കയറി കാണാം, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതൊരു സമയത്ത് മാത്രമാണ് ദേവിനെ കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്നുണ്ടല്ലോ, ഇതൊരു സെക്കൻഡറി സ്കൂളാണ്. ഈ കാണുന്ന ഒരു സ്കൂളാ. നമുക്ക് കുമാരി ദേവിനെ കാണാൻ പറ്റും. കുമാരി ദേവിനെ, പക്ഷെ പുള്ളിക്കാരി വർഷത്തിൽ ഒന്ന് മാത്രമാണ് വീടിന് പുറത്തോട്ട് വരുള്ളൂ. പക്ഷെ ആ വരുന്ന സമയത്ത് ഫോണും കാര്യങ്ങളോ ഫോട്ടോസോ ഒന്നും എടുക്കാനൊന്നും പാടില്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാണാം. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം ഇവിടെ എവിടെയാണ് ഈ കുമാരി ദേവി ഉള്ളതെന്ന് കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാമല്ലോ. അതും കുമാരി ദേവിനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പൈസയും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഇവിടെ ഫുള്ള് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും കാര്യങ്ങളൊക്കെ കയറണമെങ്കിൽ മാത്രമാണ് നമുക്ക് പൈസ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ എൻട്രി ഫീസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും പെരും മഴ കേട്ടോ, ഒരു രക്ഷയില്ല. ഇതാണ് ഹനുമാൻ ദുക്ക എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിന് ചുറ്റും ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം അങ്ങനത്തെ മഴയാണ്. എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. നല്ല സമൂസയും കാര്യങ്ങളും അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും കിട്ടും ഉള്ളിൽ. അപ്പോൾ ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചിട്ട്, ഞങ്ങൾ ചോദിക്കുന്നവർക്കൊന്നും അങ്ങനെ ഒരു സംഭവം അറിയത്തില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾ പോവുള്ളൂ. അപ്പോൾ ഈ കാണുന്ന വീട്ടിലാണ് കുമാരി ദേവി താമസിക്കുന്നത് കേട്ടോ. എവിടെ? സിംഹത്തിൻ്റെ കുമാരി അതിൻ്റെ ബേക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുമാരി ദേവിനെ കാണാൻ പറ്റും, പക്ഷേ നമുക്ക് വീഡിയോയും ഫോട്ടോയും കാര്യങ്ങളും ഒന്നും പകർത്താൻ പറ്റില്ല. ഇത് വലിയ ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ കുമാരീനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കേട്ടോ. ഇതുണ്ടോ കുമാരി ചാർട്ട്, ബിൽറ്റ് ഇൻ 1757 AD നിർമ്മിച്ചതാട്ടോ. റിനോവേറ്റഡ് 1966 AD. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കുമാരി ദേവി ഉള്ളത്. നമുക്കൊന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു, പക്ഷേ
ആർക്കും ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻസി വാതിൽ അടച്ചിട്ടേക്കുവാ, ഇല്ലേ നമുക്ക് കാണാമായിരുന്നു. അതെ. അപ്പം ഞാനിങ്ങനെ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചതാണ്. അതായത് രാവിലെ ഒരു 8 മണിക്കും 9 മണിക്കും ഉള്ളിൽ വരികയാണെങ്കിൽ മേളിൽ കണ്ടില്ല ആ ഒരു കിളിവാതിൽ പോലത്തെ സംഭവം, അതിലെ കുമാരിദേവി പുറത്തേക്ക് വരുന്നൊരു സമയമാണ്. ഇതൊക്കെ ഇപ്പോഴൊക്കെ ക്ലോസിങ് ടൈമാണ്. പിന്നെ ഉള്ളത് വൈകുന്നേരം ഒരു 4 മണിക്ക് 4:30ക്കും ആ ഒരു ടൈമിൽ വന്നാൽ നമുക്ക് കുമാരിദേവിയെ നേരിട്ട് കാണാൻ സമയം. പുറത്തേക്ക് വരില്ല, അവിടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അന്നിവിടെ വലിയ ചെറിയ കൊച്ച്, നമ്മുടെ മറ്റേ സിനിമയില്ലേ, നമ്മുടെ എന്താ യോധയിലെ റിംബോച്ച, ആ ഒരു പെങ്കൊച്ചാണ്. അപ്പം ഞങ്ങളങ്ങനെ ദർബാർ സ്ക്വയറിൽ നിന്ന് പോവുകയാണ് കേട്ടോ. കാരണം വൈകുന്നേരം വരെ നിന്നാൽ ഞങ്ങൾക്ക് ആകെ 6 ദിവസം ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ളൂ. ആ 6 ദിവസം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് റോഡിൻ്റെ സ്ഥിതി ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. ഇറങ്ങണം. അപ്പോൾ നേരത്തെ നമുക്ക് പോയില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മെല്ലെ പോവാട്ടോ. അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, രാവിലെയും വൈകുന്നേരവും ഒരു ചെറിയ സമയത്ത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ രാവിലെ 8 മണിക്കും അതേപോലെ വൈകുന്നേരം 4 മണിക്കും ആ സമയത്ത് വരികയാണെങ്കിൽ ദർബാർ സ്ക്വയറിൽ വരികയാണെങ്കിൽ കുമാരിദേവിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ബാക്കിയുള്ള സമയമെല്ലാം ക്ലോസിങ് ടൈം. നേപ്പാളിലെ ജീവിച്ചിരിക്കുന്ന ദേവി ഇതുണ്ടോ, ആ വീടിന്റെ ബേക്ക് ഭാഗം ആട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം വലിയൊരു വീടാണ്, അതിനുള്ളിലാട്ടോ താമസിക്കുന്നത്. ശരിക്കും ലൈഫ് ഒരു ഭയങ്കര ഇതായിരിക്കൂലേ, അതിന്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കൂലേ ജീവിക്കുന്നുണ്ടാവുക. നേപ്പാളിലെ മുഴുവൻ മനുഷ്യന്മാരും ആരാധിക്കുന്ന ഒരു ദൈവമാണ് അത്. ഈ കുഞ്ഞാറ്റന്റെ ഒക്കെ പ്രായം ഉണ്ടാവുള്ളൂ അല്ലേ, അതിന് ശരിക്കും കാണണ്ടേയായിരുന്നല്ലേ. ദൈവികമായിട്ടൊരു ഇതുള്ളതുകൊണ്ടാണ് ആവാൻ പറ്റുള്ളൂ. 200 പോത്തിനെ അറുത്തിട്ട് അതിന്റെ ബ്ലഡ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതിനുള്ളില്. അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കുറെ പിള്ളേർ കയറ്റി വിടുമായിരിക്കും, ഒരുമിച്ചായിരിക്കില്ല എന്ന് മാത്രം. മുറിവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തിരിച്ചിറങ്ങി വരണം. ലൈഫ് കൊള്ളായിരിക്കൂലേ. പക്ഷെ ആരും കാണാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയല്ല, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവില്ലല്ലോ കൊച്ചിന്റെ കൂടെ, കാണുമായിരിക്കോ. ഇതൊക്കെ അതുപോലത്തെ കൊട്ടാരങ്ങളാണ് കേട്ടോ. ഞങ്ങൾ മെയിൻ തപ്പി വന്നത് ഈ ഒരു ഇതായിരുന്നല്ലേ, ഹനുമാൻ ദൂക്ക. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല കേട്ടോ. എന്താ ഒന്നും എടുക്കാൻ പാടില്ല. എന്തെങ്കിലും ആൾക്കാരൊക്കെ നിയമിക്കുമായിരിക്കും, പോലീസുകാരൊക്കെ ഉണ്ടാവുമായിരിക്കും. ഫുൾ പോലീസുകാരല്ലേ അല്ലേ. ഓക്കെ, എന്നാൽ നമുക്ക് പോവാം. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ വണ്ടിയിലെത്തിട്ടോ. മഴ എന്ന് പറഞ്ഞാൽ അമ്മാതിരി മഴയാണ്. എന്ത് മഴയായിരുന്നു കുഞ്ഞാറ്റെ? പെരും മഴയായിരുന്നു കേട്ടോ. എത്ര രൂപ പാർക്കിംഗ് ഫീസ്? 160 രൂപ. നമ്മൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് പോകുന്നതാണ് നമുക്ക് സേഫ്. അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം നമ്മൾ പോയാലും കുഴപ്പമില്ല. മറ്റേത് നമ്മൾ ഈ ടൗണിൽ ഈ ദർബാർ സ്ക്വയറിന്റെ ഉള്ളിലൊക്കെ പോയി അവിടെ ഫുള്ള് പോലീസും പട്ടാളൊക്കെയാണ്. പൈസ പോകുന്ന വഴി അറിയില്ല അവള്. എല്ലായിടത്തും നോ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് അവിടെ പാർക്ക് ചെയ്താൽ ഇത്ര രൂപ ഫീ അങ്ങനെ എഴുതി. ഈ പൈസ നിന്റെ ബെയിൽ വെക്ക്. ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഉള്ളിലൊരു പേടി കേട്ടോ. ഞങ്ങളുടെ ATM കാർഡ് ഒക്കെ അടക്കം പോയതുകൊണ്ടേ. ഞങ്ങളുടെ ATM കാർഡ് രണ്ടുപേരുടെ ATM കാർഡ് പോയി. എന്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ആൻസിന്റെ ഫോട്ടോ. ഭാഗ്യത്തിന് എന്റെ ഫോട്ടോ ഇല്ല, രക്ഷപ്പെട്ടിയെ. ഞാനോ നമുക്ക് ഇവിടുന്ന് പോവാം. ഇതുണ്ടോ, ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണാൻ അടിപൊളിയാണ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ വില ചോദിക്കണം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം മെയിൻ കാണില്ല, വലിയ വലിയ കടകൾ മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളൂ, അല്ലാത്ത കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. കാരണം മഴയായത് കാരണം. അപ്പൊ നമ്മുടെ വഴി തെറ്റിട്ടോ, നമുക്ക് തിരിച്ചു പോവാം. ചേട്ടാ ഇതേപോലത്തെ ഒരുപാട് അമ്പലങ്ങൾ ഉണ്ട് ഇവിടെ. നമുക്ക് ഈ വഴിക്കല്ലേ പോകണ്ടേ. അപ്പൊ ആ ചേട്ടന് പോകണ്ടേ ഇങ്ങോട്ടായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോഴിക്കാൻ പാടില്ല. പുള്ളി അവിടെ എന്തോ സൈഡാക്കിയിട്ട് സാധനങ്ങൾ ചിലപ്പോൾ കൊണ്ട് കൊടുക്കുമായിരിക്കും. ചേട്ടന്മാര് ഈ കൊടയും പിടിച്ച് ഫോണും നോക്കി വരുമ്പോ വണ്ടിയൊക്കെ വരുന്നുണ്ടോ നോക്കുന്നുണ്ട് ചേട്ടാ ഞങ്ങളത്. പക്ഷെ ഇവിടെ കാണാൻ ഇഷ്ടമാതിരി ഉണ്ട്, പക്ഷെ വണ്ടിയായിട്ടൊന്നും കേറി കഴിഞ്ഞാൽ തീർന്നല്ലേ. മഴ സീനാണ്. കുറെ പേര് നമുക്ക് കമന്റ് ചെയ്തായിരുന്നു വെയിലാണ് നമുക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. കാരണം വെയിലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റും, കൊച്ചിന് താങ്ങാൻ പറ്റില്ല. മഴ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. അതിന് രണ്ട് രീതികളുണ്ട്. അത് മാത്രമല്ല, മനസ്സിലാക്കാൻ പറ്റാവുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, നേപ്പാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. കാരണം ഈ ഇവിടെ വെയിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ മഴ ഒരു വിഷയമാണ്. കാരണം ഈ മഴയത്ത്
ഭയങ്കര മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പുറത്ത് മഴയും കൂടി വരുമ്പോൾ നല്ല സൂപ്പർ തണുപ്പാട്ടോ ഇവിടെ. പക്ഷെ കുറച്ച് ദിവസം നിൽക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വഴി ഞങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ, കാരണം നമുക്ക് ഇനി തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ദിവസം ഇറങ്ങിയിട്ടില്ലെങ്കിൽ, കറക്റ്റ് ദിവസത്തിന് ഒരു ദിവസം മുമ്പ് ഇറങ്ങുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പറയുന്ന ഫൈൻ നമ്മൾ അടയ്ക്കേണ്ടി വരും. അവിടെ കസ്റ്റംസിലൊക്കെ വെറുതെ നമ്മൾ അതിന് നിൽക്കണ്ടല്ലോ. എന്തായാലും പോവാം. ഇവിടെ മഴയുടെ ഒരു കാഠിന്യം മനസ്സിലാക്കാനായിട്ട് ഞാനൊരു കാര്യം കാര്യം കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഈ തോട്ടിലൊരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ലേ, എൻ്റെ മാതാവേ, ഇതുണ്ടോ എന്നാ വെള്ളം കണ്ടോ, ഒഴുക്കുണ്ടോ? ഒഴുക്ക് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അമ്മാതിരി ഒഴുക്കാണ്. എനിക്കിങ്ങനെ വഴി ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാളും കേട്ടോ. ഇതുണ്ടോ, നല്ല ഒഴുക്കിലാണ് വെള്ളം വരുന്നത് കേട്ടോ. വണ്ടി ഞങ്ങൾ അവിടെ നിർത്തിയതാട്ടോ, വെള്ളം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്റെ ചേട്ടായി ചില്ലറ വെള്ളമൊന്നല്ല കേട്ടോ. ആ ആണോ? നല്ല വെള്ളോ, ഒരു രക്ഷയില്ല, അങ്ങനത്തെ വെള്ളം. ണ്ടോ നമ്മളിപ്പോ കാഠ്മണ്ഡുവിന്റെ ഹൃദയ ഭാഗത്ത് കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു തിരക്കുമില്ല, ഒന്നുമില്ല. മഴയുടേതായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഇഞ്ച് കുത്താൻ സ്ഥലമില്ല, അത് അമ്മാതിരി വണ്ടിയായിരുന്നേ. ഇപ്പൊ വണ്ടിയില്ല, വണ്ടി കുറവാണ്. കാരണം നല്ല മഴയാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ബൈക്കിലൊന്നും കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നുള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ ബൈക്ക് തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല എന്ന അവസ്ഥയായിരുന്നു, അങ്ങനെ ബൈക്കായിരുന്നേ. അപ്പം നമ്മളിനി പോകുന്നത് സ്വയം ഭൂതനാഥ് ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളിലേക്കാണ്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലായിക്കോണമെന്നില്ല. നമ്മുടെ യോധ ഷൂട്ട് ചെയ്ത സ്ഥലം, അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. സ്റ്റെപ്പ് കയറണമെങ്കിൽ സ്റ്റെപ്പ് കയറാം, വണ്ടി കൊണ്ട് പോകണമെങ്കിൽ വണ്ടി കൊണ്ട് പോവാം. നമ്മളെന്താ ചെയ്യുന്നേട്ടേ, നമുക്ക് സ്റ്റെപ്പ് കയറാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ യോധ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ. ഇത് കണ്ടോ, ഇതിങ്ങനെ കറക്കാനൊക്കെ പറ്റും. ഇത് നമ്മുടെ ഓരോ പ്രാർത്ഥനകളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ ഇവരുടെ. അപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് മേളിലേക്കാണ് വരുന്നത്. ഈ സ്റ്റെപ്പുകൾ കണ്ടോ, ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് മേളിലേക്കാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ മഴ കാരണം നമുക്ക് മേളിലേക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. ഞാൻ കുറച്ചൊന്ന് കയറിയിട്ട് കാണിച്ചു തരാം. പക്ഷെ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല, കാരണം മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല, നല്ല മാറ്റമുണ്ട്. ഇതല്ലാതെ വേറൊരു റൂട്ട് കൂടി ഇവിടെ ചെയ്തു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇത് നല്ല പ്ലെയിൻ മേളിൽ കൂടെ പോകണ്ട, അതിൻ്റെ സൗണ്ട് കേൾക്കാവേ. ഇതാണ് നമ്മുടെ ആ സ്റ്റെപ്പ് കേട്ടോ. നമ്മുടെ അപ്പുക്കുട്ടനും എല്ലാവരും തകർത്ത് അഭിനയിച്ച നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മേളിൽ പോയിട്ട് കാണാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് മുഴുവൻ ഈ മഴയത്ത് കയറുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം അതുകൊണ്ട് ചേട്ടയൊക്കെ വണ്ടി തന്നെ ഇരിക്കുക. ഇവിടെ വണ്ടി നിർത്താനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ മേളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വയം ഭൂതനാഥ് ക്ഷേത്രം നമുക്ക് കാണാം കേട്ടോ. ഞങ്ങളിങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. അതുമാത്രമല്ല നടന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം നടന്ന് മേളിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഈ മഴയും കൂടി ആകുമ്പോൾ നമ്മൾ മടുക്കും കേട്ടോ. വണ്ടിയും കൊണ്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കാണാനുള്ള സ്ഥലമുണ്ട്. റോഡ് ഇതിന് ഒരു സ്റ്റെപ്പ് മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് കൂടി കയറാൻ പറ്റും കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക്. അപ്പം അതിൽ ഏത് മെയിൻ ഗേറ്റിൽ കൂടെ തന്നെയാണ് നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സൈഡിലുള്ളതൊന്നും എന്താ പറയുക, ഓരോ സൈഡിൽ നിന്ന് കയറാൻ പറ്റുന്നുള്ളതെന്ന് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴേ കാണാൻ സാധിക്കുന്ന ഒരു ഗോൾഡൻ കവറിങ്ങിൽ വരുന്ന ഒരു ബുദ്ധസ്തൂപമാണ് കേട്ടോ. അതായത് ബുദ്ധസ്തൂപമല്ല, ബുദ്ധേൻ്റെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ഇതുണ്ടോ, വേൾഡ് പീസ്, മൈ പ്ലേസ് പിയേൾ ഓൺ എർത്ത്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ ഗോൾഡൻ അല്ലേ. ഈ കാണുന്ന ഒരു ബുദ്ധ സ്തൂപവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല മഴയും പേരും തണുപ്പും. ആ മണീൻ്റെ വലിപ്പം മാത്രമല്ല, ആ മണിയിൽ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടോ. ബുദ്ധസ്തൂപയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു മണിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കാണുന്നതാണ് വമ്പൻ മണി. അതെ, ഭാഷ നമുക്ക് അറിയാത്തതിൻ്റെ പേരിൽ ഒരു വിഷയമില്ല. ഡെഡിക്കേറ്റഡ് ടു അങ്ങനെ സംഭവങ്ങളും ഒക്കെയാണ് എഴുതി വെച്ചേക്കളെ. ഉണ്ടോ? അപ്പോൾ നമുക്ക് ഇതിലെ മേളിലേക്ക് പോയാലാണ് ശരിക്കുള്ള ടെമ്പിള് മേളിലാട്ടോ വരുന്നത്. നമ്മുടെ ഗൂർക്ക കത്തിയിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ ബുദ്ധേൻ്റെയും ഗണപതിൻ്റെയും ഒക്കെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് മറ്റേ പതാൻസിക്ക് സൗണ്ട് ഉണ്ടാക്കാൻ അറിയാമോ?
ഉണ്ടാക്കാൻ അറിയില്ലല്ലേ. നമുക്ക് മേളിലേക്ക് പോവാം. മഴ ആയതുകൊണ്ട് ഇവിടെ ടീംസിൻ്റെ സ്ഥലങ്ങൾ കണ്ടോ? അതിന് വലിയ മാത്രമൊക്കെ ഉണ്ടല്ലേ. ഇത് കണ്ടോ? ഇതാണ് ഗൂർക്ക കത്തി. ആൻസി, ഗൂർക്ക കത്തി ഇരിക്കുന്നുണ്ടോ? ഇതാണ് ആ കത്തി. നേപ്പാളിൽ വന്നിട്ട് ഇത് കാണാതെ പോകേണ്ടി വരുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. നേപ്പാളിൽ വന്ന മെയിൻ സംഭവമാണത്. ഓക്കെ, 500 രൂപ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് പട്ടികളാട്ടോ. ഇതൊക്കെ കടകളായിരുന്നു. ആ കടകളിലൊക്കെ പട്ടികളാണ് വന്നിരിക്കുന്നത്. കാരണം ഈ മഴ ആയതുകൊണ്ട് ആരും തന്നെ കട തുറന്നിട്ടില്ല കേട്ടോ. ആൻസി, ഈ ബുദ്ധസ്തൂപ ഇല്ലേ, ഈ ബുദ്ധസ്തൂപയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട്. നമ്മളന്ന് ഇവിടെ കണ്ടില്ലേ, ഇതല്ലേ, ഇത് കല്ല, ഇതിന് മുകളിലേക്ക് കാണുന്ന കല്ല. അത് പൊളിച്ചല്ലേ, സൂപ്പർ. പോവാം. ഇത് കണ്ടോ, കുറേ എൻട്രൻസും കാര്യങ്ങളുണ്ട് കേട്ടോ. പല സ്ഥലത്തുനിന്ന് നമുക്ക് മുകളിലേക്ക് കയറി വരാം. കുറേ സ്റ്റെപ്പുകളുണ്ട്. സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം അങ്ങ് താഴെയല്ലേ. എവിടെ കണ്ണു തുറന്ന ആൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇതുണ്ടോ, പ്രാർത്ഥനാ വീല്, അതായത് പ്രയർ വീല്, അതേപോലെ ഗൂർക്ക കത്തികൾ, അങ്ങനെ എല്ലാ സാധനവും മുകളിൽ. കുരങ്ങുമങ്കിയുണ്ട്, കൊച്ചു പറയുന്ന പോലെ. കുരങ്ങുമങ്കി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആൻസി ഇത് നോക്കടി, ഇത് നമ്മുടെ കടലാസ് റോസ് അല്ലേ, ബോഗൺവില്ല അല്ലേ. അപ്പോൾ നമ്മൾ മെയിൻ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നോ. അയ്യോ, കുരങ്ങിൻ്റെ നോട്ടം ശരിയല്ലല്ലോ. വാവ്, ഇത് പൊളിച്ചു കേട്ടോ, ഒരു രക്ഷയില്ല. അമ്മ, പ്രാർത്ഥനാ വീലുകളുണ്ട് ആൻസി. അതൊക്കെ നമ്മൾ കറക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളൊക്കെ, നമ്മുടെ പ്രാർത്ഥിക്കുന്നതൊക്കെ സാധിച്ച് കിട്ടുമെന്നുള്ളൊരു ഇതാണ്. ഇപ്പോൾ വീണ തന്നെ ഞാനാ ഇതുണ്ടോ, കുഞ്ഞാറ്റനെ പോലത്തെ ഒരു കുരങ്ങൻ കുഞ്ഞ്, ഒരനുസരണ ഇല്ലാത്ത, കയറില്ല. അതെ, ഇതാണ് കുരങ്ങന്മാരാണല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത്. അവിടെ ഗ്രില്ലിട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ തിരി കത്തിക്കാനും സംഭവത്തിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഉള്ളിൽ ശ്രീബുദ്ധേൻ്റെ ഒരു ഇതുണ്ട്. ഇതുണ്ടോ, അപ്പുറത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതാണ് ഞാൻ അവിടെ നിന്ന് ഓഫാക്കിയതേ. ഇത് നോക്ക്, എന്തോരെണ്ണല്ലേ. മെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഈ കാണുന്ന കേട്ടോ. അമ്മേ, കുരങ്ങൻ്റെ ഒക്കെ ഒരു വലുപ്പം കണ്ടോ. ആൻസി എവിടെ പോണ്? ഈ ടെമ്പിളിന് ബങ്കി ടെമ്പിൾ എന്നും കൂടി ഒരു വേറൊരു പേരുണ്ട് കേട്ടോ. ബങ്കി ടെമ്പിൾ അതായത് ബുദ്ധ സ്തൂപങ്ങളിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളൊരു ബുദ്ധ സ്തൂപമാണ് കേട്ടോ ഇത്. അതുമാത്രമല്ല, ഇതിന് ചുറ്റും ഒരുപാട് ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്വയംഭൂ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്വയം നിലനിൽക്കുന്നവൻ എന്നാണ് കേട്ടോ. സംഭവം എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. ആൻസി ചേച്ചി പോവാണോ? ഈ ക്ഷേത്രം നിർമ്മിച്ചതേ 460 AD നിർമ്മിച്ചത്. അതുമല്ല പഴക്കമുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ ബുദ്ധമതക്കാരുടെ മെയിൻ ഒരു ആരാധനാലയമായിട്ട് കൊടുക്കുകയും കൂടി ചെയ്തു കേട്ടോ. മെയിനായിട്ട് മാറുകയും ചെയ്തു. എടി മഴയല്ലേ, നല്ല മഴയല്ലേ, ചീഞ്ഞ മഴ ഇല്ലേ. ഈ ക്ഷേത്രം നിർമ്മിച്ചത് മനദേവ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു കേട്ടോ. മഴ നനഞ്ഞ് നടക്കുന്നുണ്ടോ ആൻസിയെ? സംഭവം എങ്ങനെയുണ്ട്? ഇവിടെ നിന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ട് കിടക്കും, കാണിച്ചു തരാം. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ പ്രയർ വീൽസ് കറക്കി നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് കിട്ടുമെന്നാണ് വിശ്വാസം കേട്ടോ. എനിക്കും കറക്കണം. പിന്നെയുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാട്ടോ. അതായത് നമുക്കിവിടെ വന്നാൽ ശരിക്കും കാഠ്മണ്ഡുവിൻ്റെ ഏതാണ്ടൊരു 90% ടൗണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് നമുക്ക് നല്ല കോടയുണ്ട്, അതുകൊണ്ട് ഒരു വസ്തു കാണാൻ പറ്റില്ല. അത് നോക്കി താഴെ കിടക്കണം. എൻ്റെ പോനെ എന്നാ ലുക്കല്ലേ, സൂപ്പർ.
ഫ്ലൈറ്റ് പോകുന്നുണ്ട് മേളിൽ കൂടി, കാണുന്നു പോലും ഇല്ല. ആൻസി പോവാ, ആൻസി പോവാ. അപ്പം ഞങ്ങൾ നേപ്പാളിലെ ചെറിയൊരു സുവനീർ വാങ്ങും. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു സിംഗിങ് ബോട്ടിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. കുട ഇതിൽ തൂക്കിയിടാം കേട്ടോ. ഇതാണ് സിംഗിങ് ബോട്ടിൽ ആൻസിൻ്റെ കയ്യിലിരിക്കുന്നത്. ദിസ് ഹൗ മച്ച് മെറ്റൽ? ദിസ് വൺ 8 മെറ്റൽ. 8 തരം മെറ്റൽ ഉപയോഗിച്ചിട്ട് മേക്ക് ചെയ്തേക്കുന്നതാണ്. എന്താ ആൻസി? അപ്പോൾ നമുക്കിതിൽ ഏറ്റവും ചെറിയ ഒരെണ്ണം നോക്കി മേടിച്ചിട്ട് അങ്ങ് പോവാം. ഗൂർക്ക കത്തികളുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലെത്തി. നനഞ്ഞ കോഴി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരാൾ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരാക്കുന്ന സൗണ്ട് വരുന്നില്ല കേട്ടോ. അവർ സൗണ്ട് ഉണ്ടാക്കുന്നത് കണ്ടോണ്ടാണ് ഞങ്ങൾ മേടിച്ചത്. ഇവിടുത്തെ 500, അതായത് നേപ്പാളി മണി 500 രൂപ കേട്ടോ ഞങ്ങൾ കൊടുത്തേ. വലിയത് മേടിച്ചാൽ മതിയായിരുന്നോ? വലിയത് ചുമ്മാ ഇങ്ങനെ കറക്കുമ്പോഴേ സൗണ്ട് വരുന്നത്. പുള്ളിക്കാരി പറഞ്ഞത് കറക്റ്റ് ഹോം മെയ്ഡ് ആണ്, പുള്ളിക്കാരിന്റെ ഫാദർ ഉണ്ടാക്കുന്നതാണ്. അതിന് ഞാൻ ഫുൾ ഗ്യാരണ്ടിയാണ്. പക്ഷെ നേപ്പാളി മണി 2500 രൂപ ഇടുന്നു. നമ്മുടെ അതില്ലല്ലോ. നമ്മുടെ പേഴ്സ് വരെ അടിച്ചു മാറ്റി പോയിട്ട് നമ്മളിപ്പോ കട മേടിച്ച പൈസയാണ് ഇത്. അത് പിന്നെ എന്താ, നമ്മളൊരു രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ എന്തെങ്കിലും മേടിച്ചില്ലെങ്കിൽ ഇനി നമ്മൾ നേപ്പാളിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ തന്നെ വണ്ടി കൊണ്ടോ അല്ലാണ്ട് വരില്ല. ഞാൻ പറ്റില്ല. മുറുക്കാനിടിക്കുവാണോ കുഞ്ഞ? അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുറത്ത് നല്ല പെരും മഴ കേട്ടോ, ഒരു രക്ഷയില്ല. പെരും മഴയാണ്, ചില്ലറ മഴയൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്താണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ള അതൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം, ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം.